ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഏരിയയിൽ പണിതിരിക്കുന്ന ഒരു ബഡ്ജറ്റഡ് ഹോമാണ് ഈ കാണുന്നത്. 3.5 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീടിന്റെ ഫ്ലോർ പ്ലാൻ വന്നിരിക്കുന്നത്. വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൂജപ്പുരയ്ക്ക് സമീപം ഞാലിക്കോണം എന്നുള്ള സ്ഥലത്താണ്. പൂജപ്പുര സെന്റ് മേരീസ് സ്കൂളിന്റെ സമീപത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 7 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 9.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. പക്കാ വാസ്തുപ്രകാരം നോക്കി തന്നെയാണ് വീടെല്ലാം പണിതിരിക്കുന്നത്. കിഴക്ക് ദർശനം തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3.5 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടേജ് ഒക്കെ തന്നെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാർ വരെ പാർക്കിനുള്ള സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജിലുള്ള സ്ഥലം വിട്ടിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് പൈപ്പ് കണക്ഷൻ തന്നെയാണ്. നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് മൂവ് ചെയ്യാം. ഈ കാണുന്ന സിറ്റ് ഔട്ട് 12x4 ഡയമൻഷൻ വരുന്ന ഒരു അളവാണ്. സിറ്റ് ഔട്ടിൽ ഒരു ഫാൻസി ലൈറ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ലിവിംഗ് ഏരിയയിലോട്ട് പ്രവേശിക്കാം. 12x12 ഡയമെൻഷൻ ആണ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു അട്രാക്റ്റീവായി തോന്നുന്ന ഒരു വാൾ ടെക്സ്ചർ 3D വർക്ക് തന്നെയാണ് TV യൂണിറ്റിന്റെ ഓപ്പോസിറ്റ് ചുമരിൽ നൽകിയിട്ടുള്ളത്. കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഒക്കെ തന്നെയാണ് വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഹാൾ മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷ് ഒക്കെ വരുന്ന ഫോൾ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെയും ലിവിംഗ് ഏരിയ നടുക്കായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഒരു കബോർഡ് റാക്ക് എന്നുള്ള മോഡൽ തന്നെയാണ് പാർട്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. 15x12 വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയക്കായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ സ്റ്റെയറിന്റെ ഒരു കോർണർ സൈഡിൽ തന്നെയാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. വാഷ് ഏരിയക്കായി തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെയായിട്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസും അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത്. 16x12 ആണ് കിച്ചന്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് മുഴുവനും മാറ്റ് ഫിനിഷിംഗ് ടൈൽസ് തന്നെയാണ്. കിച്ചണിൽ മുഴുവനായിട്ടും മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് തന്നെ ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം തന്നെയാണ്. വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂമെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറൊക്കെ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും 16x12 ഡയമെൻഷൻ വരുന്ന ഒരു ഹാൾ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പണിതിരിക്കുന്നത്. ഒരുപാട് വീടുകൾ റെയറായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു വൈഡ് ഏരിയ വിൻഡോ ആണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബറിലുള്ള ടഫ് ആൻഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ഗ്ലാസ് ഷീൽഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വിൻഡോ പണിതിരിക്കുന്നത്. കാണാൻ നല്ല പ്രത്യേക ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ജനൽ പാളികളൊന്നും തന്നെ ഈ ഒരു വിൻഡോയിൽ വന്നിട്ടില്ല. ഈ ഒരു വിൻഡോ മുഴുവനും ഗ്ലാസ് വെച്ച് കവേർഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിനകത്ത് വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമുക്ക് ഈ റൂമിനകത്ത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16x14 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലും വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഈ വീടിൽ നൽകിയിരിക്കുന്ന 3 ബെഡ്റൂമും നല്ല വിശാലമേറിയ നല്ല വലിപ്പത്തിലുള്ള റൂംസ് തന്നെയാണ്. ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഓപ്പൺ സ്പേസിലോട്ട് പോകാം. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും ഈ ഒരു ഓപ്പൺ സ്പേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷായ ടൈൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഓപ്പൺ സ്പേസിൽ ചെയ്തിട്ടുള്ളത്. ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് മൂവ് ചെയ്യാം. 12x6 ഡയമെൻഷൻ വരുന്ന ഒരു മെയിൻ ബാൽക്കണിയാണ് വീടിന് നൽകിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കൂടാതെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മെയിൻ ബാൽക്കണി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിൽ വരുന്ന ഹാൻഡിൽസ് മുഴുവൻ സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. പൂജപ്പുരയ്ക്ക് സമീപം
സമീപം 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 65 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. ഒന്നുകൂടെ എടുത്തു പറയാം, വീട് കോർപ്പറേഷൻ ഏരിയയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.